ആകാശവാണി 2026-27 കേന്ദ്ര ബജറ്റിൽ റെയിൽവേ മേഖലയുടെ ഉത്തേജനത്തിനായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ആകാശവാണി വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി. ഒപ്പം ഞാൻ ബിന്ദു വിനോദ്. നമസ്കാരം സർ, ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം. 2026-27 കേന്ദ്ര ബജറ്റിൽ കേന്ദ്രീകൃത റെയിൽവേ നവീകരണം, മെച്ചപ്പെട്ട സുരക്ഷ ലഭ്യമാക്കുന്നതിനുള്ള മാർഗങ്ങൾ, സമഗ്ര പ്രാദേശിക വികസനം എന്നിവയ്ക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത്. റെയിൽവേ മേഖലയിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ശ്രദ്ധയ്ക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ പ്രധാനമായും നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ എന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഇത്തവണത്തെ ബജറ്റിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളെ പറ്റി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് ചില പ്രത്യേക കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുത്ത് അവിടെ വികസനങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ അവിടെ വേണ്ട മാറ്റങ്ങൾ വരുത്തുക എന്നതിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, അതുപോലെ യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തുക, മൊത്തത്തിലുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുക, പിന്നെ യാത്രയുടെ വേഗത വർദ്ധിപ്പിക്കുക, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ആധുനികവൽക്കരണം ത്വരിതപ്പെടുത്തുക, അതുപോലെ എല്ലാ മേഖലയ്ക്കും ഒരേപോലെയുള്ള വികസനം നൽകുക. ഇതൊക്കെയാണ് ഇത്തവണത്തെ ബജറ്റിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയിട്ടുള്ളത്. അതുപോലെ സാമ്പത്തിക വളർച്ച, തൊഴിൽ സൃഷ്ടി, ലോജിസ്റ്റിക്, ചരക്ക് കയറ്റം ചെയ്യുന്നതിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള റെക്കോർഡ് നിക്ഷേപങ്ങളാണ് ഇത്തവണത്തെ ബജറ്റിൽ റെയിൽവേക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിവിധ മേഖലകൾ തമ്മിലുള്ള കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുന്നതിനും ട്രെയിൻ യാത്ര നടത്തുന്നവരുടെ സുരക്ഷയ്ക്കും ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും, പ്രത്യേകിച്ച് ജനറൽ കമ്പാർട്ട്മെന്റിൽ, non-AC കമ്പാർട്ട്മെന്റിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ നിരവധി പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ നടത്തിയിട്ടുള്ളത്. അതിനെപ്പറ്റി കൂടി ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാത്രക്കാരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, ഇതിനൊക്കെ കേന്ദ്ര ബജറ്റിൽ വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. ഇത്തവണത്തെ ബജറ്റിൽ അതിവേഗ കണക്ടിവിറ്റി, മൾട്ടി മോഡൽ മൊബിലിറ്റി, ഇലക്ട്രിഫിക്കേഷൻ, സുരക്ഷിത ലോജിസ്റ്റിക്, ഇതൊക്കെ ആണ് മുൻഗണനകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം പ്രാദേശിക സംയോജനം, ഇതിനു വേണ്ടിയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സാമ്പത്തിക അവസരം, ഇങ്ങനെയൊക്കെ ഒരു വികസിത ഭാരതത്തിലേക്ക് അടക്കുന്നതിനുള്ള നിക്ഷേപമായിട്ടാണ് റെയിൽവേ ഇതിനെ കാണുന്നത്. കേന്ദ്ര ബജറ്റും ഇതിനെ കാണുന്നത് അങ്ങനെയാണ്. അതിന്റെ ഭാഗമായിട്ട് വേണം നമ്മൾ ഓരോ പുതിയ പദ്ധതികളെയും കാണാൻ. ഡൽഹി, വാരണാസി, സിലിഗുരി, അങ്ങനെ ഈ സംസ്ഥാനങ്ങളിൽ പുതിയ ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് വലിയ മാറ്റമായിരിക്കും വരുത്തുക. നമ്മുടെ സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രങ്ങൾക്കിടയിലുള്ള യാത്രാ സമയം ഗണ്യമായിട്ട് കുറക്കും. അതേപ്പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. അതുപോലെ പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലേക്കുള്ള അതിവേഗ റെയിൽ ഇടനാഴി, പിന്നെ വാരാണസിക്കും സിലിഗുരിക്കിടയിലുള്ള അതിവേഗ ട്രെയിൻ, ഇതൊക്കെ 2 മണിക്കൂർ 55 മിനിറ്റ് കൊണ്ട് ഈ സിലിഗുരിക്കും വാരാണസിക്കും ഇടയിലുള്ള യാത്ര സാധ്യമാക്കിയാണ്. ഇതൊക്കെ അടുത്ത കാലം വരെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നായിരുന്നു. അതെ, യാത്രാ സമയത്തിൽ ഗണ്യമായ കുറവാണ് ഈ പറഞ്ഞ ബുള്ളറ്റ് ട്രെയിനുകളുടെ ഉൾപ്പെടെയുള്ള വരവോടുകൂടി ഇനിയും സംഭവിക്കാൻ പോകുന്നത്. യാത്രക്കാർ കൂടുതലും റെയിൽവേയെ ആശ്രയിക്കുന്നത് തുടരും എന്ന് തന്നെ നമുക്ക് അതേപറ്റി പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞു വന്ന സിലിഗുരിയെയും വാരാണസിയെയും ബന്ധിപ്പിക്കുന്ന കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈസ്പീഡ് റെയിൽ സർവീസിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണം. അത് പശ്ചിമ ബംഗാളിൽ വലിയ നേട്ടമായിരിക്കും കൊണ്ടുവരിക. അതുകൂടാതെ വ്യാപാരം, സേവനം, ഈ മേഖലകളിലൊക്കെ കൂടുതൽ അവസരങ്ങൾ കൊണ്ടുവരും. അതുപോലെ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ, പിന്നെ അതിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ റെക്കോർഡ് വിഹിതമാണ് പുതിയ ലൈൻ നിർമ്മിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അവിടെയുള്ള സ്റ്റേഷനുകളെല്ലാം റീഡിസൈൻ ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്, പിന്നെ റിമോട്ടായിട്ടുള്ള വിദൂര പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള പ്രാദേശിക സംരംഭങ്ങളെ പിന്തുണക്കുന്നതിൽ ഈ പുതിയ പദ്ധതികളൊക്കെ വലിയ പങ്കായിരിക്കും വഹിക്കുക. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ടൂറിസം ഒക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിനൊക്കെ സ്വാഭാവികമായിട്ട് ഏത് റെയിൽവേ ട്രാക്ക് വന്നാലും, അല്ലെ ഏത് പുതിയ ട്രെയിൻ വന്നാലും, അല്ലെ ഏത് പുതിയ പദ്ധതി വന്നാലും നേട്ടം ഉണ്ടാകും. അതിന് പുറമെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ദക്ഷിണേന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള റെയിൽവേ വിഹിതം വ്യക്തമായും ഉയർന്ന നിരക്കിലുള്ള യാത്രാ കണക്ടിവിറ്റിയിലേക്ക് പ്രചോദനമാകുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ, സമീപ നഗരങ്ങൾ ഇവയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽ ഡയമണ്ട് എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ് സാറിന്റെ ഒരു അഭിപ്രായം? റെയിൽ ഡയമണ്ട് എന്ന് പറയുന്നത് വലിയ മാറ്റമായിരിക്കും നമ്മുടെ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിൽ കൊണ്ടുവരാൻ പോകുന്നത്. അതിവേഗ റെയിലിന്റെ കാര്യത്തിൽ ദക്ഷിണേന്ത്യയിലെ വിവിധ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട്, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ, ഇതിനൊരു ത്രികോണമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് അതിവേഗത്തിൽ കണക്ടിവിറ്റി സാധ്യമാക്കുന്നു. ഇതിന്റെ ഗുണം മറ്റ് സ്ഥലങ്ങളിൽ കൂടി കിട്ടും, മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി കിട്ടും. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ റെയിൽവേ മന്ത്രി ബജറ്റിന് ശേഷം ഒരു പത്രസമ്മേളനം നടത്തി. അതിൽ പറഞ്ഞ കാര്യം കൂടി നമ്മൾ ഓർക്കണം. തീർച്ചയായിട്ടും. അന്ന് പറഞ്ഞത്
ഇത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പദ്ധതി പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരമല്ലായിരുന്നു ബജറ്റ് എന്ന് പറയുന്നത് വികസിത ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്. അതെ, അതിനുവേണ്ടിയുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും പ്രത്യേകമായിട്ട് പദ്ധതികൾ ആ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അതെല്ലാം വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാട്ടിയ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും. അതായത് നമ്മുടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞൊരു കാര്യമുണ്ട്. റെയിൽവേ വികസനത്തിന് വേണ്ടിയിട്ട് 3795 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇത് 2009-14 കാലത്തെ അപേക്ഷിച്ച് 10 ഇരട്ടി വകരത്തിലാണ് കേരളത്തിനായിട്ട് ഇപ്പൊ നടത്തിയിട്ടുള്ളത്. വലിയ മുന്നേറ്റമാണ്. അതുപോലെ ആകെ 18041 കോടി രൂപയുടെ പദ്ധതികളാണ് കേരളത്തിൽ പുരോഗമിക്കുന്നത്. കേരളത്തിന് വേണ്ടി എല്ലാ പദ്ധതികളും പ്രഖ്യാപിച്ചത് മൊത്തത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കണക്കിലെടുത്തിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിലെ 35 റെയിൽവേ സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതി കീഴിൽ പൂർണ്ണമായിട്ട് റീഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പുനർവികസനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2989 കോടിയാണ് സ്റ്റേഷനുകളുടെ ആധുനികവൽക്കരണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 6 സ്റ്റേഷനുകളുടെ ജോലി പൂർത്തിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതേപ്പറ്റി കുറച്ചുകൂടി പറയണം എന്ന് തോന്നുന്നുണ്ട്. അതായത് അങ്കമാലി ശബരി പാതയ്ക്ക് വേണ്ടിയിട്ട് അതിനായിട്ട് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വലിയ സമ്മർദ്ദമാണ് കേന്ദ്രം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ഗുരുവായൂർ തിരുനാവായ പാത, അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുക്കാനും സർക്കാരിനോട് ആവശ്യപ്പെട്ടെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമാണ്. അതുപോലെ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എറണാകുളം ഷൊർണൂർ തേർഡ് ലൈന് വേണ്ടിയിട്ടുള്ള വിശദമായിട്ടുള്ള പദ്ധതി. അത് തയ്യാറാക്കി വരികയാണ്. ഈ എറണാകുളം ഷൊർണൂർ തേർഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന കേരളത്തിന്റെ റെയിൽവേ മാപ്പിൽ അല്ലെങ്കിൽ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിൽ അതുണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതായിരിക്കും. ഒരു 25 അല്ല 50 വർഷമൊക്കെ മുന്നിൽ കണ്ടുള്ള ഒരു പദ്ധതിയാണെന്ന് വേണം അതേപ്പറ്റി പറയാൻ. അതുപോലെ ഷൊർണൂർ കോയമ്പത്തൂർ പാത വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സർവേ പൂർത്തിയാക്കി കഴിഞ്ഞു. അതുപോലെ എറണാകുളം കായംകുളം പാത, അത് നമ്മുടെ കേരളത്തിലെ വാണിജ്യ കേന്ദ്രമായിട്ടുള്ള കൊച്ചിയും തലസ്ഥാനമായ തിരുവനന്തപുരത്തെയും ബന്ധിപ്പിക്കുന്നതിൽ ഈ എറണാകുളം കായംകുളം പാതക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളത്. അതിനുവേണ്ടിയുള്ള ട്രാഫിക് സർവേ പൂർത്തിയാക്കി കഴിഞ്ഞു. അതുപോലെ കായംകുളം തിരുവനന്തപുരം നാഗർകോവിൽ, തുറവൂർ ആലപ്പുഴ ഈ പാതകളുടെയൊക്കെ വികസന പദ്ധതികൾ വിവിധ ഘട്ടങ്ങളിലാണെന്നാണ് മന്ത്രി പറഞ്ഞത്. അപ്പൊ സമീപ ഭാവിയിൽ തന്നെ ഇതെല്ലാം പൂർത്തീകരിക്കുമ്പോഴത്തേക്കും ഒരു വലിയ വികസനത്തിലേക്കായിരിക്കും രാജ്യം നടന്നെടുക്കുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും കേരളവും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ കേരളത്തിന്റെ കാര്യത്തിൽ ഒരു പരിഭവം എല്ലാവരും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതായത് റാപ്പിഡ് റെയിൽ സംവിധാനത്തിൽ ഇത്തവണ കേരളത്തെ ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല എന്നൊരു അതേപറ്റി മന്ത്രി അശ്വിനി വൈഷ്ണവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഹൈസ്പീഡ് കോറിഡോറിന്റെ കാര്യം പറഞ്ഞു, ചെന്നൈ ബാംഗ്ലൂരിന്റെ കാര്യം പറഞ്ഞു, നേരത്തെ പറഞ്ഞ ഡയമണ്ട് പദ്ധതിയുടെ കാര്യം പറഞ്ഞു. ഇതെല്ലാം എല്ലാ പദ്ധതികളും ഒറ്റയടിക്ക് ചെയ്യാനൊക്കില്ല എന്നാണ്. ഒരു പദ്ധതി പ്രഖ്യാപിച്ച് വൻനഗരങ്ങളിൽ പ്രഖ്യാപിച്ച് അതിനുശേഷമായിരിക്കും അടുത്തത് വരുന്നത്. അങ്ങനെയാവും ഈ പദ്ധതികളെല്ലാം നടപ്പാക്കുക എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അല്ല, ഇങ്ങനെ പരിഭവം പറയുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാനുവരിയിൽ 23-ാം തീയതി തിരുവനന്തപുരം സന്ദർശിച്ചപ്പോൾ നമുക്ക് 4 ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് നടത്തിയിരുന്നു. 3 അമൃത് ഭാരത് ട്രെയിനുകളും ഒരു പാസഞ്ചർ ഫ്ളാഗ് ഓഫ് നടത്തിയിരുന്നു. അത് യാത്രാ മേഖലയിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ സംബന്ധിച്ചും വലിയൊരു നേട്ടമാണ്. ഈ അമൃത് ഭാരത് ട്രെയിനിന്റെ കാര്യം പറയുമ്പോൾ കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ ഏറ്റവും കൂടിയ, നമ്മൾ വന്ദേ ഭാരതിനെ പറ്റി പലരും പറയുന്ന ഒരു പരാതി അത് ടിക്കറ്റ് നിരക്ക് കൂടുതലാണെന്നുള്ളതാണ്. പക്ഷേ ഇത് ടിക്കറ്റ് നിരക്ക് കുറഞ്ഞ് സ്ലീപ്പറിന്റെ നിരക്കിൽ ഏറ്റവും ആധുനിക സംവിധാനങ്ങളാണ് ഈ അമൃത് ഭാരതിലുള്ളത്. അങ്ങനെ 3 ട്രെയിനുകളാണ് കഴിഞ്ഞ 23-ാം തീയതി കേരളത്തിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഈ അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഈ 5 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ ആ 5 സംസ്ഥാനങ്ങളിലും അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അത് വലിയ നേട്ടമായിരിക്കും നൽകുക. കാരണം ഏറ്റവും പുതിയ ടെക്നോളജി, ഏറ്റവും പുതിയ സൗകര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ യാത്രക്കാർക്ക് കിട്ടുകയാണ്. അതും വലിയ നിരക്കൊന്നും കൂടുതലില്ലാതെ. അതേപോലെ സംസ്ഥാനങ്ങളെ തമ്മിൽ ഉള്ള കണക്ടിവിറ്റി കൂട്ടുന്നതിനും ആ 3 സർവീസുകൾ, അമൃത് ഭാരത് സർവീസുകൾ വളരെയധികം പ്രയോജനപ്രദമാണ്. തിരുവനന്തപുരം താമ്പരം അമൃത് ഭാരത് എക്സ്പ്രസ്, നാഗർകോയിൽ മാംഗ്ലൂരു അമൃത് ഭാരത് എക്സ്പ്രസ്, തിരുവനന്തപുരം ചേർലാപ്പള്ളി അമൃത് ഭാരത് എക്സ്പ്രസ്, ഇങ്ങനെ 3 അമൃത് ഭാരത് എക്സ്പ്രസ്സുകളാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഒപ്പം സംസ്ഥാനത്തെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനും ഫ്ളാഗ് ഓഫ് ചെയ്തു. അതേപറ്റി പറയുമ്പോൾ അമൃത് ഭാരത് ട്രെയിനിനെ പറ്റി ഒന്ന് എനിക്ക് പറയണം എന്ന് തോന്നുന്നു. കാരണം താമ്പരത്തേക്കുള്ള ട്രെയിൻ, തിരുവനന്തപുരത്ത് നിന്ന് താമ്പരത്തേക്കുള്ള ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തെക്കൻ ജില്ലകളിൽ നിന്ന്, കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്താൻ, തമിഴ്നാട്ടിലേക്ക് എത്താനായിട്ട് വലിയ സൗകര്യമാണ് ഈ ട്രെയിൻ നൽകുന്നത്. മുമ്പ് പാലക്കാട് വഴി കറങ്ങി വേണമായിരുന്നു പോകാൻ. അപ്പോൾ ഇത് അമൃത് ഭാരത് എക്സ്പ്രസ് ആകുമ്പോൾ വളരെ സൗകര്യത്തിൽ, താമ്പരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെന്നൈക്ക് അടുത്തുള്ള സ്ഥലമാണ്. മറ്റൊന്നുള്ളത് തമിഴ്നാട്ടിന്റെ പ്രധാനപ്പെട്ട ജില്ലകൾ തിരുനെൽവേലി, അതുപോലെ മധുര, ഈ സ്ഥലങ്ങളിലെല്ലാം കൂടി എല്ലായിടത്തേക്കും കണക്ടിവിറ്റി കിട്ടിയാണ് നമ്മുടെ തെക്കൻ ജില്ലകളിലുള്ളവർക്ക്. തിരുവനന്തപുരത്ത് നിന്നാണ് ട്രെയിൻ ആരംഭിക്കുന്നതെങ്കിലും കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലുള്ളവർക്ക് തമിഴ്നാടിന്റെ വാണിജ്യ കേന്ദ്രങ്ങളുമായിട്ട് എളുപ്പത്തിൽ ബന്ധപ്പെടാൻ പറ്റുന്നുണ്ട്. അതുപോലെ നിരവധി വിദ്യാർത്ഥികൾ തമിഴ്നാട്ടിൽ പലയിടത്തും പഠിക്കുന്നുണ്ട്. അവർക്ക് ഗുണകരമാണ്. അതുപോലെ തമിഴ്നാട്ടിലുള്ളവർക്ക് കേരളത്തിലേക്ക് വരാനും വളരെ പ്രയോജനകരമാണ്. അതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാഗർകോയിൽ മംഗളൂരു ട്രെയിനിന്റെ ഫ്ളാഗ്
ഫ്ളാഗ് ഓഫ് നടന്നല്ലോ. അതില് തിരുവനന്തപുരത്ത് നിന്നും മാംഗ്ലൂരു വരെയുള്ള ട്രെയിൻ അന്ന് നിയന്ത്രിച്ചത് പൂർണ്ണമായും ലോക്കോ പൈലറ്റുമാരുൾപ്പെടെ വനിതകളായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും അന്നുണ്ടായിരുന്നു. നാരീശക്തിക്ക് അവിടെയും പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അല്ലേ സർ? അതെ, നമ്മള് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികളെ പറ്റി പറയുക മാത്രമല്ല അത് നടപ്പാക്കുകകൂടി ചെയ്യുകയാണ്. കാരണം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ട്രെയിൻ ഓടിക്കുന്നത് അല്ലെങ്കിൽ അത് നിയന്ത്രിച്ചത് അല്ലെങ്കിൽ ഉൾപ്പെട്ടതെല്ലാം വനിതകളാണെന്ന് പറയുമ്പോൾ അത് ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. തീർച്ചയായിട്ടും അതും ഉദ്ഘാടന യാത്രയിൽ തന്നെ. അതെ, അത് സ്ത്രീകളുടെ ഉന്നമനത്തെ പറ്റി സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ് അതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. റെയിൽവേയുടെ പദ്ധതി മാത്രമല്ല, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ പറഞ്ഞ പദ്ധതികളൊക്കെ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഇതുപോലെ സ്ത്രീകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ഏറെ സഹായകമാണ് ഇത്തരം നടപടികളെന്ന് പറയേണ്ടിയിരിക്കുന്നു. റെയിൽവേ മേഖലയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രാജ്യത്ത് വിവിധ മതവിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ ആഘോഷ പരിപാടികൾ, ഉത്സവ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഈ സീസണുകളിലെല്ലാം പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തുന്നതിലും സർക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്താറുണ്ട്. ഇപ്പം വന്നൊരു പ്രഖ്യാപനം അനുസരിച്ച് ഇത്തവണത്തെ ഹോളിയോടനുബന്ധിച്ച് റെക്കോർഡ് അളവിൽ സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. അത് നമ്മുടെ വരുമാനത്തെ ഉത്തേജിപ്പിക്കൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെ കുറിച്ചുകൂടി ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തൊരുമയുടെ സമയമാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അല്ലെങ്കിൽ വിദേശത്ത് അല്ലെങ്കിൽ പല ജില്ലകളിൽ പല സംസ്ഥാനങ്ങളിലൊക്കെ ഒരു കുടുംബത്തിൽ തന്നെ പലരും ജോലി ചെയ്യുന്നുണ്ടാവും. ഇവരൊക്കെ ആഘോഷ സമയത്ത്, പ്രത്യേകിച്ച് ഹോളി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ്, ആ സമയത്തൊക്കെ വീടുകളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രായോഗിക പ്രശ്നം എന്ന് പറഞ്ഞാൽ യാത്രയാണ്. എല്ലാവർക്കും ഫ്ലൈറ്റിൽ വരാനൊക്കില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ട്രെയിനിൽ വരാൻ പറ്റുന്നില്ല, കാരണം ട്രെയിൻ അത്ര ഇല്ലായിരുന്നു. ഹോളിക്ക് ഇത്തവണ 1410 സ്പെഷ്യൽ ട്രെയിനുകളാണ് റെയിൽവേ ഓടിക്കാൻ പോകുന്നത്. അടുത്ത മാസം അതിന്റെ സർവീസുകൾ ആരംഭിക്കുകയാണ്. അപ്പം നമുക്കിവിടെ ഒരു ഉദാഹരണമുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് എത്ര സ്പെഷ്യൽ ട്രെയിനുകളാണ് ഓടിയത്. അതുപോലെ ശബരിമല സീസണിൽ നിരവധി തീർത്ഥാടകർ ഇങ്ങോട്ട് വന്നു. അവർക്ക് വേണ്ടിയെല്ലാം സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യം കണ്ട്, അല്ലാതെ ഒരു മെക്കാനിക്കലായിട്ടല്ല ഇതൊക്കെ നടത്തുന്നത്, ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സർവീസുകൾ നടത്തുന്നത്. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടുന്നുമുണ്ട്. സാധാരണക്കാരുടെ യാത്രാ സൗകര്യം തീർച്ചയായിട്ടും ഒപ്പം വരുമാനത്തിൽ തീർച്ചയായിട്ടും വർധനമുണ്ടാകും. കൂടുതൽ ട്രെയിനുകൾ ഓടിച്ചാൽ കൂടുതൽ വരുമാനം കിട്ടും, കൂടുതൽ പേര് യാത്ര ചെയ്യും. അതിലുപരിയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് ആളുകൾക്ക് കിട്ടുന്ന സൗകര്യമാണ്. അതെ, തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ്. അതെ, ഈ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള റെയിൽവേ വിഹിതവും ഇങ്ങനത്തെ പുതിയ പുതിയ പദ്ധതികളും ഒക്കെ വർദ്ധിച്ചു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആക്ച്വലി നമുക്ക് കണക്ടിവിറ്റി കൂടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾ നിത്യവും യാത്ര ചെയ്യേണ്ടി വരുന്നവരുണ്ടാവും, ബിസിനസ് ആവശ്യത്തിന് യാത്ര ചെയ്യേണ്ടി വരുന്നവരുണ്ടാവും. അവർക്കൊക്കെ എത്രമാത്രം സഹായകമായിരിക്കും ഈ റെയിൽവേ മേഖലയിൽ ഉണ്ടാകുന്ന വികസനങ്ങൾ? നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ അമൃത് ഭാരത് എക്സ്പ്രസ് തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ 5 സംസ്ഥാനങ്ങളിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നവർക്ക്, സാധാരണ യാത്രക്കാരുണ്ട്, പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ഇപ്പൊ ബാംഗ്ലൂർ, ഹൈദരാബാദ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ IT മേഖലയിലുള്ളവരുണ്ട്, മറ്റ് പ്രൊഫഷണലുകളുണ്ട്. അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വളരെ സൗകര്യമാണ്. പിന്നെ വിദ്യാർത്ഥികളുണ്ട്, അവിടെ പഠിക്കുന്ന കേരളത്തിലുള്ള വിദ്യാർത്ഥികളുണ്ട്, പിന്നെ വ്യവസായ അതെ, അവർക്ക് എല്ലാവർക്കും ഇത് സൗകര്യമാണ്. ഇത്തവണത്തെ ബജറ്റില് വിവിധ സംസ്ഥാനങ്ങൾക്ക് വലിയ നിക്ഷേപമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴും കേരളത്തിനും കൃത്യമായ രീതിയിലുള്ള സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത് എങ്ങനെയായിരുന്നു എന്നതിനെ പറ്റി കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിന് വേണ്ടിയിട്ടുള്ള വലിയ നീക്കിവെക്കലുണ്ട്. അതിന് പുറമേയുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറയാം. അമൃത് സ്റ്റേഷൻ പദ്ധതി കീഴിൽ യാത്രക്കാർക്ക് വെയ്റ്റ് ക്ലാസ് സൗകര്യങ്ങളാണ് നൽകുന്നത്. അതുപോലെ ഏറ്റവും മികച്ച ട്രാവൽ എക്സ്പീരിയൻസ് ഇതൊക്കെ നൽകാനായിട്ടാണ് ഈ അമൃത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ 35 സ്റ്റേഷനുകളാണ് ഇങ്ങനെ പുനർവികസനത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് നേരത്തെ പറഞ്ഞ 2989 കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുള്ളത്. ഇതിൽ ഷൊർണൂർ ജംഗ്ഷനിലെ 1ാം ഘട്ടം ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ചിറയൻകീഴ്, വടകര, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി, വടക്കാഞ്ചേരി ഈ 6 സ്റ്റേഷനുകളിലും പ്രവൃത്തികൾ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് യാത്രക്കാർക്ക് വലിയ അടിസ്ഥാന സൗകര്യങ്ങളാണ് നൽകുന്നത്. പിന്നെ കണക്ടിവിറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അമൃത് ഭാരത് ട്രെയിനിന്റെ കാര്യം പറഞ്ഞു. പിന്നെ പ്രീമിയം ട്രെയിനുകളുടെ വിപുലീകരണം ഇനിയും ഉണ്ടാകുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇത് ലോങ് ഡിസ്റ്റൻസിൽ യാത്ര ചെയ്യുന്നവർക്കും ഷോർട്ട് ഡിസ്റ്റൻസിൽ യാത്ര ചെയ്യുന്നവർക്കും രണ്ട് വിഭാഗക്കാർക്കും വലിയ ഗുണമായിരിക്കും നൽകുക. തീർച്ചയായിട്ടും 2026-27 കേന്ദ്ര ബജറ്റിൽ റെയിൽവേ മേഖലയുടെ ഉത്തേജനത്തിനായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന ചർച്ചയുടെ ആദ്യ ഭാഗം സമാപിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് ആകാശവാണി വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി M. പള്ളുരുത്തി. സർ, താങ്ക് യു വെരി മച്ച്. ഏകോപനം ലെമി G. നായർ, ആകാശവാണി വാർത്താ വിഭാഗം മേധാവി. നിർവഹണം ബിന്ദു വിനോദ്. നിർവഹണ സഹായം കൃഷ്ണ പ്രകൃതി ക്രിസ്റ്റഫർ.